ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പം നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണുക. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഓൾറെഡി തന്നെ തമിഴിൽ കണ്ട പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മെയിലിലെ ഇൻബോക്സ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഫയൽസ് നമുക്ക് സോർട്ട് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ജിമെയിലിൻ്റെ ഇൻ്റർഫേസ്. വന്നതിന് ശേഷം നിങ്ങൾക്ക് നോക്കാൻ ലെഫ്റ്റ് സൈഡ് കാണാൻ വേണ്ടി പറ്റും. ഇൻബോക്സിൽ ഒരു 311 കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മുകളിൽ നോക്കി ഓരോ ടാഗായിട്ട് നമുക്ക് കിടക്കുന്നുണ്ടാവും. ഒരു പ്രൈമറി ഉണ്ടാവും, സോഷ്യൽ ഉണ്ടാവും, അപ്ഡേറ്റ്സ് ഉണ്ടാവും. ഇപ്പം ചിലയിടത്ത് അപ്ഡേറ്റ്സ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഈ സോഷ്യൽ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പ്രൊമോഷൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ കിടക്കും, സോഷ്യലിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ കിടക്കും, അപ്ഡേറ്റ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ കിടക്കും. ഓക്കെ, അപ്പോൾ ഇത് ഈ മോളിൽ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ സോർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത്. അതിനെന്നു ചോദിച്ചാൽ നിങ്ങൾ ഈ സെറ്റിങ്സ് വരും റൈറ്റ് സൈഡിൽ, എന്നിട്ട് സി ഓൾ സെറ്റിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇൻബോക്സ് എന്ന് പറഞ്ഞൊരു ഒരു ഓപ്ഷൻ നമുക്ക് മുകളിൽ കാണാം. ഇൻബോക്സ്, പ്രൈമറി, പ്രൊമോഷൻസ്, സോഷ്യൽ, അപ്ഡേറ്റ്സ് അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി അപ്ഡേറ്റ്സ് ഓഫ് ആണെങ്കിൽ നമുക്ക് ഞാൻ കാണിച്ചുതരാം. താഴെ ജസ്റ്റ് കാണിച്ചുതരാണ്. സേവ് ചേഞ്ചസ് കൊടുത്തിട്ട് ഇതാ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ പ്രൈമറി, പ്രൊമോഷൻസും സോഷ്യലും ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് സോർട്ട് ചെയ്യാൻ വേണ്ടി ഇൻബോക്സ് എടുത്തിട്ട് ഞാൻ അപ്ഡേറ്റ്സും കൂടെ കൊടുത്തു. എന്നിട്ട് ഞാൻ താഴേക്ക് വന്നിട്ട് സേവ് കൊടുക്കുക. നിങ്ങളില്ലെങ്കിൽ ഇതേപോലെ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയേ പ്രൈമറി കിട്ടി. ഇപ്പോൾ പ്രൊമോഷൻസ് എന്ത് ചെയ്യുക നോക്കിയേ, ആകെ നമുക്ക് ഒരു പേജിൽ 50 മെയിലേ നമുക്ക് കാണുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത്, സെറ്റിങ്സിൽ വന്നിട്ട് അതേപോലെ പോവാം. എന്നിട്ട് ഇതുണ്ടാവും മാക്സിമം പേജ് സൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു എഴുതിയിട്ടുണ്ട്, കോൺവെർസേഷൻ പെർ പേജ് എന്ന് പറഞ്ഞിട്ട് സാധനം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അത് 50 മാറ്റിയിട്ട് നമ്മൾ 100 അങ്ങാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ താഴേക്ക് വന്നിട്ട് സേവ് ചേഞ്ചസ് കൊടുക്കുക. സേവായി എനിക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു 100 കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം എന്ത് ചെയ്യുന്നത്, പ്രൊമോഷൻ്റെ ഭാഗം എടുത്തിട്ട് ജസ്റ്റ് ഒരു ടിക്ക് ഓൺ ആക്കുക. എന്നിട്ട് മുകളിൽ വന്നിട്ട് ഓൾ എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യാം. ഓക്കെ, ഓളിന് സെലക്ട് ചെയ്തതിന് ശേഷം അപ്പോൾ ഒരു 100 സിമ്പിളായിട്ട് കണ്ടോ സെലക്ട് ആയിട്ടുണ്ട്. എന്നിട്ട് ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് അടിച്ചോളാം. ഓക്കെ, 2 സെക്കൻഡ് എടുക്കും. പ്രൊമോഷൻസിൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു സെക്ഷൻ പോയി. ഇനി അടുത്തത് ഇതേപോലെ നമുക്ക് കാണാം. ഓക്കെ, ഈ പ്രൈമറിയിൽ നമുക്ക് എങ്ങനെ കളയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഗൂഗിളിൻ്റെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ബിഹാൻസ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ബിഹാൻസിൻ്റെ ആണെങ്കിൽ ജസ്റ്റ് ആ മെയിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വരുമ്പോൾ ഫൈൻഡ് ഇമെയിൽസ് ഫ്രം ബിഹാൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ബിഹാൻസിൽ നിന്ന് വന്നേക്കുന്ന മാത്രം ഇവിടെ കാണിച്ചു തരാം. നമുക്ക് ഇത് സോർട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ പഴയതുപോലെ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. നമുക്കൊരു സിമ്പിൾ കേസാണ് 305. ഇപ്പം നമുക്കിപ്പോൾ യൂട്യൂബിൻ്റെ ആണെങ്കിൽ യൂട്യൂബിൻ്റെ സെലക്ട് ചെയ്തു, ഫൈൻഡ് കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിനെ മാത്രം കിട്ടി, സെലക്ട് ചെയ്തു, ഡിലീറ്റ് അടിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് നമുക്ക് ഞാനിപ്പോൾ ചാവറ മാട്രിമോണിൻ്റെ ഒരെണ്ണമുണ്ട്, അതും കൊടുത്തു. അപ്പോൾ എനിക്കൊന്ന് ചാവറ മാട്രിമോണിൻ്റെ ഇച്ചിരി കൂടുതൽ വന്നിട്ടുണ്ട്, അത് ഞാൻ സെലക്ട് ചെയ്തു, ഡിലീറ്റ് അടിച്ചു. ഓക്കെ, അപ്പം ഈ രീതിയിൽ നമുക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മെയിൽ നമുക്ക് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ മെയിൽസ് നമുക്ക് വരും. ഈ പറയുന്ന പോലെ നമുക്ക് കിട്ടിയേക്കുന്ന ഗൂഗിളിൻ്റെ 15 GB ഫ്രീ അല്ല ഫില്ലായി പോവില്ല. ഇങ്ങനെ കുറേ കാര്യം നമ്മൾ ഈ ഒരു സെക്ഷനായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ്, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൊണ്ട് പ്രസ് ചെയ്യണം. കാരണം ഞാൻ ചെയ്യുന്ന പുതിയ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് സജസ്റ്റ് ചെയ്യുക. മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോ കൊണ്ട് കാണുമ്പോൾ വരെ ഓക്കെ, ബൈ, താങ്ക്സ്.